നാസയുടെ ചാന്ദ്ര ദൗത്യം ആർട്ടിമസ് 2 വിക്ഷേപിച്ചു. ഇന്ത്യൻ സമയം പുലർച്ചെ 4:06-ന് 4 പേരെ വഹിച്ചുകൊണ്ടുള്ള SLS റോക്കറ്റ് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയർന്നു. ഒറിയോൺ യാത്രിക പേടകത്തിലാണ് യാത്ര. പേടകം ഭൗമ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചുവെന്നും ആദ്യ ഭ്രമണപഥം ഉയർത്തൽ വിജയമായെന്നും നാസ അറിയിച്ചു. ആദ്യം വിക്ഷേപണ ദൃശ്യങ്ങളിലേക്ക്. 10, 9, 8, 7. RS-25 engines lit. 4, 3, 2, 1. Booster ignition. And liftoff, Miss 2, now bound for the moon. Humanity's next. Good roll pitch. Roger, roll pitch. Houston now controlling the flight of Integrity on the Artemis 2 mission around the moon. Integrity, AMT high. AMT high. On time, passing 30 seconds until the flights. Integrity passes the ultimate MECO. Target milestone. Mission Control Houston seeing good performance on the 4 main engines. Space Launch System core stage. Integrity, 3 miles in altitude. Traveling more than 1,200 miles per hour. ആന്റണി ജോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അപ്പോളോ ദൗത്യത്തിനു ശേഷം ആർട്ടിമസ് ദൗത്യമായി നാസ എത്തുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് ഉള്ളത്. ആദ്യഘട്ടം വിജയകരമായി എന്ന് മനസ്സിലാക്കുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെയാണ് കടക്കുന്നത്? എപ്പോഴാണ് പ്രക്രിയകൾ ആരംഭിക്കുക? തീർച്ചയായും വലിയ ഒരു കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. 54 വർഷത്തെ നീണ്ട കാത്തിരിപ്പ്. അപ്പോളോ 17 ദൗത്യത്തിനു ശേഷം ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിലേക്ക് യാത്ര തുടങ്ങുകയാണ്. ആ യാത്ര ആരംഭിച്ചിരിക്കുന്നു. രാവിലെ പുലർച്ചെ 4:06-ന് കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് നാസയുടെ SLS റോക്കറ്റ് 4 ബഹിരാകാശ സഞ്ചാരികളുമായി ഒറിയോൺ പേടകത്തെ, അതിലാണ് ഈ സഞ്ചാരികളുള്ളത്, ആ പേടകം വഹിച്ചുകൊണ്ട് ചന്ദ്രനിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നത്. 4 സഞ്ചാരികളാണ് അതിലുള്ളത്. വിക്ടർ ഗ്ലോവർ ആണ് ഈ മിഷന്റെ അല്ലെങ്കിൽ ഈ പേടകത്തിന്റെ പൈലറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രിസ്റ്റീന കോച്ച് മിഷൻ പൈലറ്റാണ്. ആദ്യ വനിത, ചന്ദ്രനിലേക്ക് എത്തുന്ന ആദ്യ വനിത എന്ന റെക്കോർഡുണ്ട്. മാത്രമല്ല ക്രിസ്റ്റീന കോച്ചിന് വേറൊരു റെക്കോർഡ് കൂടിയുള്ളത്. ഏറ്റവും കൂടുതൽ കാലം ഈ ബഹിരാകാശത്ത് കഴിഞ്ഞ വനിത എന്ന റെക്കോർഡ് കൂടി ക്രിസ്റ്റീന കോച്ചിന്റെ പേരിലാണ്. 322 ദിവസത്തോളം അവർ ബഹിരാകാശത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ആ റെക്കോർഡ് കൂടിയുള്ള ക്രിസ്റ്റീന കോച്ച്, അതുപോലെ തന്നെ വിക്ടർ ഗ്ലോവർ ഇതിൻ്റെ പൈലറ്റ്, ഇതിൻ്റെ കമാൻഡർ എന്ന് പറയുന്നത് റീഡ് വൈസ്മാൻ ആണ്. അതുപോലെ തന്നെ ജെർമി ഹാൻസൺ കനേഡിയൻ ആണ്. അമേരിക്കക്കാരനല്ലാത്ത ഒരാൾ കൂടി ഈ ദൗത്യത്തിൽ, നാസയുടെ ദൗത്യത്തിന്റെ ഭാഗമാകുന്നു എന്ന പ്രത്യേകത കൂടി ആർട്ടിമിസ് 2-ന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഭാവിയിൽ നമുക്ക് ചന്ദ്രനിലേക്കുള്ള മനുഷ്യന്റെ യാത്രയ്ക്ക് വേണ്ടിയുള്ള അതിനു മുന്നോടിയായുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തുകയാണ് ഈ ആർട്ടിമിസ് 2 ദൗത്യത്തിലൂടെ നാസ ലക്ഷ്യമിടുന്നത്. ഈ 10 ദിവസമാണ് ദൗത്യം നീണ്ടു നിൽക്കുന്നത്. ഇതിൽ കഴിഞ്ഞ അപ്പോളോ 17 പോലെ ചന്ദ്രനിലേക്ക് മനുഷ്യൻ ഇറങ്ങുന്നില്ല, മറിച്ച് ഈ ചന്ദ്രനെ വലം വെച്ച് മടങ്ങുന്ന ഒരു ദൗത്യമാണ് ഇതുള്ളത്. അതിൽ പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളെല്ലാം തന്നെ നടക്കും. ഭാവിയിൽ ചന്ദ്രനിലേക്ക് യാത്ര പോകുമ്പോൾ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായി തന്നെ നടക്കുന്നത്. അതായത് ഭാവിയിൽ വരുന്ന ആർട്ടിമിസ് ദൗത്യങ്ങളുടെ അതിനു വേണ്ട കാര്യങ്ങളുടെ പരീക്ഷണമാണ് അല്ലെങ്കിൽ അതിന്റെ സാങ്കേതിക സംവിധാനങ്ങളുടെ പരീക്ഷണമാണ് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളൊക്കെ തകരാറിലായാൽ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന മാനുവൽ പൈലറ്റിംഗ് സംവിധാനം, പുതിയ ലേസർ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഉൾപ്പെടെ ആദ്യ 24 മണിക്കൂറിനുള്ളിൽ ഈ സഞ്ചാരികൾ പരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും 10 ദിവസമാണ് ഈ ദൗത്യം നീണ്ടു നിൽക്കുന്നത്. അതിൽ 6ാമത്തെ ദിവസമാണ് ഈ ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരത്തേക്കുള്ള പോയിന്റിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ഈ സഞ്ചാരികൾ, ഈ ആർട്ടിമിസ് ദൗത്യ സംഘം എത്തുന്നത്. അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നിമിഷം തന്നെയായി മാറും എന്നുള്ളതാണ്. കാരണം അപ്പോളോ 17-നേക്കാൾ അപ്പുറത്തേക്ക് ഉള്ള ദൂരത്തേക്കാണ് അത് പോകുന്നത്. അത് ഒരു പുതിയ റെക്കോർഡായി മാറും. 6ാം ദിവസമായിരിക്കും, 5-6 ദിവസങ്ങൾക്കിടയിലായിരിക്കും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ഈ ആർട്ടിമിസ് എത്തുക. 6
6-ാം ദിവസം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ലോകത്തിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ദൂരത്തിലുള്ള പോയിന്റിലേക്ക് ആർട്ടിമിസ് എത്തും. അവിടെ നിന്ന് പതിയെ മടങ്ങി 10-ാം ദിവസം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ചെയ്യും. ഇന്നിപ്പോൾ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് വിജയകരമായി എത്തിയിട്ടുണ്ട്. നാളെ മുതൽ ഈ ഭ്രമണപഥം ഭൂമിയുടെ ഭ്രമണപഥം വിട്ടുകൊണ്ട് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്കുള്ള യാത്ര ആർട്ടിമിസ് ദൗത്യ സംഘം ആരംഭിക്കുകയും ചെയ്യും. ഏതായാലും വലിയ ഒരു ചരിത്ര നിമിഷം തന്നെയാണ്. ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഉള്ള ഒരു യാത്രയാണ് ഇന്ന് 4/6 കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ആർട്ടിമിസ് ദൗത്യം തുടങ്ങി ആർട്ടിമിസ് സംഘം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 54 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇനി ഭാവി ചന്ദ്രനിലേക്ക് കൂടി, നമ്മൾ തമാശയായൊക്കെ പറയാറുണ്ട്, ചന്ദ്രനിലേക്ക് കൂടി മനുഷ്യൻ അവിടെ താമസമുറപ്പിക്കുന്ന കാലമൊന്നും വിദൂരമല്ല എന്നുള്ള കാര്യം. ഏതായാലും ആ കാലത്തിലേക്കുള്ള യാത്രയുടെ ഒരു വലിയ തുടക്കം തന്നെയാണ് ഇന്ന് 4/6 കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് SLS റോക്കറ്റ് വഴി ആ ലൂണാർ ഈ പേടകം ഓറിയോൺ പേടകം കുതിച്ചുയർന്നതിലൂടെ മനുഷ്യൻ അതുപോലെ തന്നെ നാസയും തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും 10 ദിവസം നിൽക്കുന്ന ദൗത്യത്തിൽ ചന്ദ്രനെ ചുറ്റി വരുമ്പോൾ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ചന്ദ്രൻ കാത്തുവെച്ചിരിക്കുന്നത്, ചന്ദ്രനുമായി കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരികയും ചെയ്യും. ശരി, അതുതന്നെയാണ്. ഒരു കാത്തിരിപ്പിനാണ് വിരാമമായിരിക്കുന്നത്. ആന്റണി ജിസ്റ്റോർജ് ആണ് വിവരങ്ങൾ നൽകിയത്.